തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ തമിഴകം ഉറ്റുനോക്കിയതുപോലെ ദളപതി വിജയ് തന്നെയാണ് ഇത്തവണ വിജയിച്ചിരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിലൂടെ തമിഴ് മണ്ണിൽ ഒരു വൻ ചലനം സൃഷ്ടിക്കാൻ വിജയ്ക്ക് സാധിച്ചിരിക്കുന്നു. പക്ഷേ അധികാരം പിടിക്കാൻ ആവശ്യമായ 118 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ വിജയ്ക്ക് സാധിച്ചിട്ടില്ല. MGRും NTRും ഒക്കെ സൃഷ്ടിച്ചതുപോലെയുള്ളൊരു തരംഗം ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ സൃഷ്ടിക്കാൻ വിജയ്ക്കായി. എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് വിജയ് തട്ടി നിൽക്കുകയാണ്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് TVK ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം, അതായത് 118 സീറ്റുകൾ ലഭിച്ചിട്ടില്ല. ഇവിടെയാണ് തമിഴ്നാട് രാഷ്ട്രീയം സങ്കീർണമാകുന്നത്. DMKയും AIDMKയും വിജയിനെ പിന്തുണയ്ക്കാൻ സാധ്യത കുറവാണ്. കാരണം വിജയെ വളരാൻ അനുവദിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ വിജയുടെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ഈ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാവുക കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസിനുള്ളിൽ തന്നെ 2 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. DMK ബന്ധം ഉപേക്ഷിച്ച് വിജയ്ക്കൊപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം കോൺഗ്രസിലുണ്ട്. വിജയുടെ പിതാവ് S. ചന്ദ്രശേഖർ ഇതിനോടകം തന്നെ കോൺഗ്രസിനെ സഖ്യത്തിനായി ക്ഷണിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വിജയെ അഭിനന്ദിച്ചതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിലൊരു വലിയ റിസ്ക് ഉണ്ട്. തമിഴ്നാട്ടിൽ വിജയിനെ പിന്തുണച്ചാൽ കേന്ദ്രത്തിൽ DMKയുടെ 30ഓളം MPമാരുടെ പിന്തുണ കോൺഗ്രസിന് നഷ്ടമായേക്കാം. ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയെ അത് ബാധിക്കും. ഈ പ്രതിസന്ധി കോൺഗ്രസ് എങ്ങനെ മറികടക്കും എന്നത് കണ്ടറിയണം. വിജയ്ക്ക് മുന്നിലുള്ള മറ്റൊരു വഴി ചെറുകിട പാർട്ടികളെ കൂടെ കൂട്ടുക എന്നതാണ്. PMK എന്ന പാർട്ടി ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ അവർ ഇപ്പോൾ NDA സഖ്യത്തിലാണ്. ഇതിനു പുറമെ CPI, CPM, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളുമുണ്ട്. ഇവർ വിജയെ പിന്തുണയ്ക്കാൻ സാധ്യതയുമുണ്ട്. ഇനി BJPയുടെ കാര്യം നോക്കാം. BJPക്ക് തമിഴ്നാട്ടിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും NDA സഖ്യകക്ഷികളായ PMKയും AMMKയും വിജയ്ക്കൊപ്പം ചേർന്നാലും ഭൂരിപക്ഷത്തിന് അത് തികയില്ല. മാത്രമല്ല BJPയുമായി സഖ്യമുണ്ടാക്കിയാൽ ന്യൂനപക്ഷ വോട്ടുകളും ഇടതുപക്ഷ പിന്തുണയും വിജയ്ക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ BJP സഖ്യം വിജയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. മറ്റൊരു സാധ്യത ഡിഫെക്ഷൻ അഥവാ കൂറുമാറ്റമാണ്. വിജയുടെ തരംഗം കണ്ട് മറ്റു പാർട്ടികളിൽ നിന്നുള്ള MLAമാർ TVKയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് വിജയിനെ സമീപിക്കാൻ മടിച്ച പലരും ഫലം അനുകൂലമായതോടെ നിലപാട് മാറ്റിയേക്കാം. പക്ഷേ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വാഗ്ദാനം ചെയ്ത് വന്ന വിജയ് ഇത്തരം കുതിരക്കച്ചവടങ്ങൾക്ക് മുതിരുമോ എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ ബാധിക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ വിജയുടെ മുമ്പിലുള്ളത് പൂമത്തെയല്ല. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിനെയോ മറ്റ് പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ച് ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുക എന്നാകും വിജയുടെ മുന്നിലുള്ള പ്രായോഗിക വഴി. തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. വിജയ് ഒരു പപ്പറ്റ് ഭരണാധികാരിയാകുമോ അതോ സ്വന്തം നിബന്ധനകളിൽ ഭരണം നടത്തുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.